ഞാനീ പറയുന്നത് ധാരാളം വേരിയബിൾസ് ഉള്ള ഒരു ലോകത്ത് അത്രയും വേരിയബിൾസ് നമ്മൾ എടുക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് അതിനകത്ത് റെഡ്യൂസ് ചെയ്യും. നീ അതെല്ലാം കൂടെ ശ്രദ്ധിച്ചാൽ നിനക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരാൾ പറയുന്നത് പോലെ അതൊന്ന് മനസ്സിലാക്കണം. കൈ ഒന്ന് കാണിച്ചിട്ട് അങ്ങക്ക് അല്ലാതെ ആ വണ്ടികളെല്ലാം നിന്നതിന് ശേഷം റോഡ് ക്രോസ് ചെയ്യാന്ന് ഒരാൾ പഠിപ്പിച്ചു പോയാൽ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റാതായി പോകും. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണ്? കൈ ഇങ്ങനെ അങ്ങോട്ട് കാണിക്കും, ഞാൻ അങ്ങനെ നടക്കാൻ പോവുകയാണെന്ന് കാണിക്കുമ്പോൾ മറ്റുള്ളൊരു ബ്രേക്കും കൂടെ ചവിട്ടണ്ടേ? അങ്ങനെ ചവിട്ടിയാണ് നമ്മൾ അപ്പുറത്ത് പോകുന്നതെന്ന് അറിയണം. അതല്ലാതെ വണ്ടി ഇടതുവശത്ത് നോക്കി വലതുവശത്ത് നോക്കി നിങ്ങൾ ക്രോസ് ചെയ്യാവൂ എന്നൊക്കെ പറയുമ്പോൾ വൺ വേക്കുള്ള റോഡിൽ പോയി എന്നിട്ട് ഇടതുവശത്തോട്ട് നോക്കിക്കൊണ്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. പക്ഷെ അത് ചെയ്യും ആൾക്കാർ. അങ്ങനെയാണ് വിശ്വാസികൾ ഉണ്ടാകുന്നത്. വിശ്വാസി ഉണ്ടായി പോകുന്നത് അങ്ങനെയാണ്. ഒരു കാര്യമില്ലാതെ വൺ വേ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഇടതുവശത്തൂടെ തൊട്ട് മാത്രം ഒരു വണ്ടി ഓടിക്കണ്ടേ, അപ്പുറത്ത് ചെന്നതിന് ശേഷമേ വലതുവശത്തോട്ട് വണ്ടി ഓടത്തുള്ളൂ. ഇതറിഞ്ഞുകൂടാതെ പണ്ട് കാലത്ത് പഠിപ്പിച്ചിരിക്കുന്ന പോലെ നമ്മൾ ആചരിക്കുന്നതിനടുത്താണ് ഈ പറയുന്ന പ്രശ്നം വരുന്നത്. ഞാൻ പറയാൻ ശ്രമിച്ച പോയിൻ്റ് അതുമല്ല. ഞാൻ പറയാൻ പറ്റുന്നത് ധാരാളം വേരിയബിൾസ് ഉള്ള ഒരു സ്ഥലത്ത്, വ്യത്യസ്തതകൾ പലത് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത് നമ്മളൊരു ജനറൽ നോളജ് മാത്രമാണ് എപ്പോഴും ഉണ്ടാക്കുന്നത്.